നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അപഹരിക്കപ്പെട്ട സംഭവത്തിൽ കേരള ഹൈക്കോടതിയുടെ അതിശക്തമായ ഇടപെടൽ സംസ്ഥാന ഭരണകൂടത്തെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിൽ ബോധപൂർവമായിട്ടുള്ള മെല്ലെപ്പോക്ക് ഇപ്പോൾ നടക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പാട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അതിലും ഭീകരമായിട്ടുള്ള ഒരു നിയമ സുനാമിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. കേവലം ഒരു മോഷണം എന്നതിലുപരിയായി ഭക്തരുടെ വിശ്വാസത്തെയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയെയും ചോദ്യം ചെയ്യുന്ന ഒരു ആസൂത്രിത ഗൂഢാലോചനയായിട്ടാണ് കോടതി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അന്വേഷണത്തിലെ വീഴ്ചകൾ ഓരോന്നായി എടുത്തു പറഞ്ഞ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരുടെ പങ്കിനെക്കുറിച്ച് കോടതി വ്യക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറിന് ഈ കേസിൽ ഉള്ളതിന് സമാനമായ ക്രിമിനൽ ഉത്തരവാദിത്വം മറ്റ് അംഗങ്ങൾക്കുമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കാനും അവ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായിട്ട് കൈമാറാനുമുള്ള തീരുമാനം ബോർഡ് സംയുക്തമായിട്ട് എടുത്തതാണ് എന്നിരിക്കെ ചിലരെ മാത്രം ഒഴിവാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദുരൂഹമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രമുഖരായ വ്യക്തികളെ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച കോടതി SP S ശശിധരനോട് വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഈ ഉഗ്രശാസനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അന്വേഷണ സംഘം 2 നിർണായക അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ കരാറെടുത്ത ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, മോഷണം പോയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്ക് അടുത്ത വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് പലതവണ ഇവരെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും അറസ്റ്റ് വൈകിച്ചത് എന്തുകൊണ്ടെന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഈ പ്രതികൾക്ക് സംസ്ഥാന ഭരണകൂടത്തിലെ ചില ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നതോടെ കേസിന്റെ വ്യാപ്തി അത് രാഷ്ട്രീയ വൃത്തങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ശബരിമലയിലെ സംരക്ഷകർ തന്നെ വിനാശകരായിട്ട് മാറിയ അപൂർവവും ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യമാണ് നടന്നതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. സ്വർണം പൂശിയ നിലയിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളും കട്ടിളകളും വെറും ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തിയത് സ്വർണം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കമായിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം സ്വർണ്ണ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കർശനമായ ചട്ടങ്ങളൊന്നും ഇവിടെ കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്നത് ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുകയാണ്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായിട്ടുള്ള വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഈ സംഭവത്തിൽ ഡിസംബർ 5 ശേഷം അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നതും കോടതിയെ ചൊടിപ്പിച്ചു. പ്രമുഖ വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ നീതിന്യായ പീഠം. അന്വേഷണത്തിൽ SIT കാണിക്കുന്ന മെല്ലെപ്പോക്കിന് മറുപടിയായി കൊല്ലം വിജിലൻസ് കോടതിയുടെ ഇടപെടലും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SITയുടെ പക്കലുള്ള എല്ലാ രേഖകളും EDക്ക് കൈമാറാനായിട്ട് വിജിലൻസ് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. ഈ കേസിലെ കള്ളപ്പണ ഇടപാടുകളെയും അന്തർ സംസ്ഥാന ബന്ധങ്ങളെയും പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഒരു വശത്ത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും മറുവശത്തെ EDയുടെ പ്രവേശനവും അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. തങ്ങൾ ഭയപ്പെട്ട ഗാനത്തേക്കാൾ വലിയ വിപത്താണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഈ ഒരു കേസിലൂടെ വന്നെത്തിയിരിക്കുന്നത്. അവസാനമായി പങ്കജ് ഭണ്ഡാരിയുടെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ്റെയും അറസ്റ്റ് ഈ കേസിലെ മഞ്ഞുപുരയുടെ ഒരറ്റം മാത്രമാണെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതോടെ അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസ്, വിജയകുമാർ എന്നിവരിലേക്കും ഈ അന്വേഷണം ഇപ്പോൾ നീളുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സുപ്രധാനമായ അറസ്റ്റുകൾക്ക് പിന്നാലെ കേസിൻ്റെ നിഗൂഢമായ വശങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംരക്ഷകർ തന്നെ കൊള്ളക്കാരായിട്ട് മാറിയ ഈ സംഭവം അത് ശബരിമലയുടെ ചരിത്രത്തിലെ തന്നെ കറുത്തൊരു അധ്യായമായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ നിയമത്തിന് മുന്നിൽ വരികയും അധികാരത്തിന് തണലിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രതികൾ എല്ലാവരും പുറത്തു വരികയും ചെയ്യുമെന്ന് ഹൈക്കോടതിയുടെ ഈ ഇടപെടലുകൾ സൂചിപ്പിക്കുകയാണ്.